In the scattering of some elementary particles, the scattering cross-section sigma is found to be dependent on the total energy E and the fundamental constant h, Planck's constant, and c, the speed of light in vacuum. Using the dimensional analysis, the dependence of sigma on these quantities. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷനാണ്. നമുക്കറിയാം സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻ ഈ ഓപ്ഷനിൽ ഏതായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞത് ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. അത് നോൺ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പറയുന്നത് സിഗ്മ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് വാക്വത്തിലുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഇതിലത്തെ എല്ലാ ഓപ്ഷനും ഡയമെൻഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് നമ്മൾ √(h(c)/E) ഡയമെൻഷൻ ചെക്ക് ചെയ്തു. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ സെക്കൻഡാണ്. അതുപോലെ തന്നെ സി സ്പീഡാണ്, അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡാണ് വരാം. അപ്പോൾ മീറ്റർ (10⁻⁻1) എനർജിയുടെ ഡിനോമിനേറ്ററിൽ ജൂളാണ്. അപ്പോൾ രണ്ടും ക്യാൻസലായി പോയി. ഇത് (10⁻⁻1) നോക്കുമ്പോൾ എന്തായിരിക്കും? 10⁻0 1 ആയി പോവും. അപ്പോൾ √m ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല? മീറ്റർ സ്ക്വയർ കിട്ടിയില്ല. അപ്പോൾ ഓപ്ഷൻ ഒന്നല്ല എന്ന് മനസ്സിലായി, എ അല്ല. ഇനി ബി നോക്കാം. ബി എന്ന് പറഞ്ഞാൽ (h(c)e⁻³ ആണ്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ജൂൾ സെക്കൻഡാണ്. ഇതെന്താണ്? സി എന്ന് പറയുന്നത് മീറ്റർ (10⁻⁻1) ആണ്. ഇവിടെ ജൂൾ 3/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഇവനെ സെക്കൻഡ് (10⁻⁻1) ആണ്. അപ്പോൾ എന്തായിരിക്കും? 10⁻0 1 ആയി പോയി. ഇവിടെ ജൂൾ (1) ആണ്. മോളിക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഈ ഡിനോമിനേറ്ററിലുള്ള ജൂൾ 3/2 ജൂൾ (3/2) ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 1 വന്നു, ഇവിടെ (3/2) വന്നു. അപ്പോൾ നമ്മൾ സെയിം ബേസ് ആയ കാരണം എന്ത് ചെയ്തു? പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ 2 - 3/2 അതെന്തായിരിക്കും? -1/2 കിട്ടി. മീറ്റർ അതുപോലെ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോഴും കിട്ടിയില്ല, മീറ്റർ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ കിട്ടിയില്ല. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഇനി നമുക്ക് സി ചെക്ക് ചെയ്യാം. സി എങ്ങനെയാണ്? സി നമ്മൾ നോക്കുകയാണ്. സി നോക്കുമ്പോൾ (h(c)/E) ആണ്. അതായത് എച്ച് എന്താ? ജൂൾ സെക്കൻഡ്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്, അതായത് മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് /J ജൂള്. അപ്പോൾ ഒക്കെ സ്ക്വയറാണ്, പക്ഷേ അതിനായിട്ട് മുന്നേ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ സെക്കൻഡ് (10⁻⁻1)ഉം (10⁻0) 1 ആയി പോയി. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലുള്ള ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റീസ് ജൂള് ക്യാൻസലായി പോയി. മീറ്റർ (2) മീറ്റർ സ്ക്വയർ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ ഓപ്ഷനിൽ ഡിപ്പെൻഡൻസ് ഓഫ് സിഗ്മ ഉള്ളത് ആരാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെന്താണ്? (h(c) ആണ്. അപ്പോൾ എന്തായാലും ജൂൾ സെക്കൻഡ്, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ ജൂള്. അപ്പോൾ ഇവിടുത്തെ ജൂളും ക്യാൻസലായി പോയി. ഇവിടുത്തെ സെക്കൻഡ് നമ്മുടെ വെലോസിറ്റിയുടെ (10⁻⁻1)ഉം പോയി. റിമൈനിങ് ആയി വരുന്നത് മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്.